തിരികെ ചർച്ചയിലേക്ക് ശ്രീ റജിന സുനിതാൻ തുടരാം. നേരത്തെ സാങ്കേതിക തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വർഗീയതയെ കൂട്ടുപിടിക്കുന്ന നയമാണ്, നിലപാടാണ്. അതിൽ താങ്കൾ നേരത്തെ പറഞ്ഞു അഭിമന്യു കൊലക്കേസ്, അതേ SDPIയെ കൂട്ടുപിടിച്ചത് തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ഭൂരിപക്ഷവും വരുന്ന SDPI പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയതൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ SDPIയെ ഇടതും വലതും കൂട്ടുപിടിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് വർഗീയതയെ കൂട്ടുപിടിക്കുന്നതിൽ ഇത്തരം പരസ്പരം മത്സരിക്കുകയും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന നയത്തിലേക്ക് മാറിയിരിക്കുന്നത് മുന്നണികൾ. എന്നോടാണോ? അതെ അതെ, ഇതിനകത്ത് ഞാൻ രോഹിണി ആദ്യം തൊട്ട് പറഞ്ഞല്ലോ, SDPIയുമായി ബന്ധപ്പെട്ട തന്നെ ആയാലും പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കൂ. ഇത്രയും കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ്, UDFനെ നയിക്കുന്ന ആളാണല്ലോ പ്രതിപക്ഷ നേതാവ്. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവിടുത്തെ വർഗീയ ശക്തികൾക്കെതിരെ അല്ലെങ്കിൽ സന്ധിയില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ മുൻ സ്റ്റേറ്റ്മെന്റ് ആയാലും എത്രത്തോളം വിരോധം കിട്ടുന്നതാണെങ്കിൽ പോലും അദ്ദേഹം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന, നിലപാടുകളുടെ രാജകുമാരനായി മാറിയ പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിന് എത്രയോ എതിർ ശബ്ദങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും ആയാലും ആ രീതിയിൽ തന്നെ അല്ലേ പറയുന്നത്. ഇത് ചോദിക്കേണ്ടത് LDFനോടാണ്. LDFുമായി ബന്ധപ്പെട്ടാണ് അഭിമന്യുവുമായി ബന്ധപ്പെട്ട കൊലപാതകം നടക്കുന്നത്. അതിന്റെ പ്രതികൾ എന്ന് പറയുന്നത് SDPIക്കാരാണ്. ആ SDPIക്കാരുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ ഞാൻ പറ്റ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് പിരിവെടുത്തതും ഇതുമായി ബന്ധപ്പെട്ട ആ പിരിവിനകത്ത് മോഷണം നടത്തിയതും LDF സംവിധാനവും CPI സംവിധാനവുമാണ്. ആ സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്, അല്ലാതെ UDFനോടല്ല ഈ ചോദ്യം ചോദിക്കേണ്ടത്. ഈ SDPIക്കാർ തന്നെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടാണല്ലോ, അവരുടെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് അവർ എന്താണ് പറയുന്നത്? പ്രതിപക്ഷ നേതാവിനെയല്ലേ അവർ പറയുന്നത്? പ്രതിപക്ഷ നേതാവ് വോട്ട് വേണ്ട എന്ന് പറഞ്ഞു, അങ്ങനെയല്ലേ പറയുന്നത്? നിയമത്ത് എന്താണ് നടക്കുന്നത്, പഞ്ചായത്ത് എന്താണ് നടക്കുന്നത്, അതിനെപ്പറ്റിയല്ലേ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ UDF സംവിധാനത്തിനെ ഇതിനകത്തേക്ക് കൊണ്ടെത്തിക്കാൻ വളഞ്ഞിട്ടൊരു വഴി ഒരുക്കിക്കൊണ്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ രോഹിണി? ശരി ശ്രീ റജിൻ, അങ്ങനെയാണെങ്കിൽ UDF ആവശ്യപ്പെട്ടതുകൊണ്ടാണ് തങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്നുള്ളത് SDPI തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. എവിടെയാണ് SDPI എങ്ങനെയാണ് വ്യക്തമാക്കിയത്? UDF എവിടെയാണ് ആവശ്യപ്പെട്ടത്? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുമോ? എന്തെങ്കിലും തെളിവുകൾ സാധിക്കുമോ? ശരി ശരി, വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ അത്തരം കാര്യങ്ങൾ പറയാം എന്നുള്ളത് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ശ്രീ EC മുഹമ്മദ് LDF പ്രതിനിധി കൂടി രോഹിണി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത് 10 വർഷക്കാലം കേരളം കട്ടുമുടിച്ചൊരു ഗവൺമെന്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുകയാണ്. ആ നാളെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിൽ തള്ളിവിട്ടിച്ച ഒരു ഗവൺമെന്റിനെതിരെയുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇവിടെ വേറെ ഒന്നുമല്ല ഇവിടുത്തെ ചർച്ചയാവേണ്ടത്. ഈ LDF സംവിധാനം ഏത് രീതിയിലുള്ള എത്ര വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാലും, ഈ സംവിധാനങ്ങളെല്ലാം കൂട്ടുപിടിച്ചാലും ഇവിടെ സജ്ജസജ്ജരമായി നിൽക്കുന്ന UDF സംവിധാനം, ഈ സംവിധാനമാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത്. നാളെ കാലത്തേക്കുള്ള ഭരണം നേട്ടം എന്ന രീതിയിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ UDF സംവിധാനത്തിന് ഇതേ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഈ കേരളത്തെ പറ്റി പറയാനുള്ള രീതിയിലേക്ക് ഒരു സംവിധാനം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി.